യുഎസിൽ 67 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിന്റെ കാരണത്തെക്കുറിച്ച് ദുരൂഹത തുടരുന്നു. ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പിഴവാണെന്നാണ് പ്രാഥമിക നിഗമനം. അപകട സമയം ഒരു എയർ ട്രാഫിക് കൺട്രോളർ 2 പേരുടെ അധിക ജോലിയാണ് ചെയ്തിരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ഇതുവരെ 40-ലേറെ പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തകർന്ന വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകളും വീണ്ടെടുത്തു. അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ പുറത്തുവിടും. അതേസമയം GE എയ്റോസ്പേസ് കമ്പനിയിലെ എഞ്ചിനീയറായ വികേഷ് പട്ടേൽ, വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൺസൾട്ടന്റ് അസ്ര ഹുസൈൻ റാസ എന്നീ ഇന്ത്യൻ അമേരിക്കൻ വംശജരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രിയാണ് യുഎസിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. 64 പേരുമായി സഞ്ചരിച്ച അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലേക്ക് പരിശീലന പറക്കലായിരുന്ന US ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഇടിക്കുകയായിരുന്നു. വാഷിംഗ്ടൺ DC-യിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലായിരുന്നെന്നും ഒരേ ജീവനക്കാരൻ തന്നെയായിരുന്നു ഹെലികോപ്റ്ററിനും യാത്രാ വിമാനത്തിനും ഗതാഗത നിർദ്ദേശം നൽകിയിരുന്നതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എതിർദിശയിൽ നിന്ന് വിമാനം വരുന്നതായി ഹെലികോപ്റ്ററിന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശം BBC പുറത്തുവിട്ടിരുന്നു. അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന 27 പേരുടെയും ഹെലികോപ്റ്ററിലെ ഒരാളുടെയും മൃതദേഹങ്ങളാണ് പോട്ടോമാക് നദിയിൽ നിന്നും ഇതുവരെ കണ്ടെടുത്തത്. അപകടത്തിന് പിന്നാലെ മുൻ പ്രസിഡന്റുമാരായ ബറാക് ഒബാമയെയും ജോ ബൈഡനെയും കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുവരും പിന്തുടർന്ന DEI നയത്തെ ട്രംപ് വിമർശിച്ചു. ജോലികളിൽ വംശീയ വൈവിധ്യവും ശാരീരിക പരിമിതികൾ നേരിടുന്നവരുടെ സാന്നിധ്യവും ഉറപ്പാക്കുന്ന നയമാണിത്. നയം റദ്ദാക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹെലികോപ്റ്ററും വിമാനവും ഒരേ ഉയരത്തിലായിരുന്നെന്നും ഹെലികോപ്റ്ററിന്റെ ദിശ മാറ്റാനുള്ള നടപടികൾ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നുണ്ടായില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ജീനിയസുകളാകണം നിയമിക്കേണ്ടത്. കോപ്റ്റർ വളരെ ഉയരത്തിലാണ് പറന്നതെന്നും ആരോപിച്ചു. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങൾക്ക് വീണ്ടും ട്രംപിന്റെ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് US ഡോളറിന് പകരം പുതിയ കറൻസി രൂപീകരിച്ചാലോ മറ്റ് കറൻസി ഉപയോഗിച്ചാലോ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 100% താരിഫ് ചുമത്തുമെന്നും ഭീഷണി ആവർത്തിച്ചു.